ഹലോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയണത് ഇപ്പോൾ സമയം എന്ന് പറയണത് ജൂൺ 14, 2026 8 മണി 6. ജൂൺ 14, 2026 8 മണി 6 സമയം എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി പറയാം. എന്തായാലും ഗുഡ് ഈവനിങ് ടു എവരി വൺ. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഞാൻ. ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ഖത്തറും സ്വിറ്റ്സർലാൻഡും തമ്മിൽ ഉള്ള കളി കണ്ടു. അപ്പോൾ അതിൽ തഹസീൻ എന്ന് പറയുന്ന മലയാളി ചെറുക്കൻ ഇറങ്ങുമെന്നാണ് വിചാരിച്ചത്. ഖത്തറായിരുന്നു. ഖത്തറിനെ റീപ്രസെൻ്റ് ചെയ്തിട്ടാണ് മലയാളി ഇറക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വേറെ ആരും ഇല്ല ഖത്തറിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഒറിജിനൽ ഒരു മലയാളി വേൾഡ് കപ്പിൽ ഇറങ്ങുന്നത്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഒരു 12:30 മുതൽ ഒരു 2:30 വരെ ഇരുന്ന് നമ്മുടെ തഹസീൻ്റെ ടീമിൻ്റെ കളി കണ്ടു. പക്ഷേ തഹസീൻ അൺഫോർച്ചുനേറ്റ്ലി ഇറങ്ങാൻ പറ്റിയില്ല. ബിക്കോസ് ഓഫ് വേരിയസ് തിങ്സ് he couldn't been part of that team today, but he was part of the team, but he couldn't play today's match. Therefore ഇന്നലെ രാത്രി 12:30 മുതൽ ഏകദേശം ഒരു 2:30 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 14th June 2026 12:30 AM മുതൽ ഏകദേശം ഒരു 2:30 AM വരെ ഞാനിരുന്ന് സ്വിറ്റ്സർലാൻഡിൻ്റെയും ഖത്തറിൻ്റെയും മാച്ച് കണ്ടു. അത് സ്വിറ്റ്സർലാൻഡ് ആദ്യമേ ഒരു പെനാൽറ്റിയിലൂടെ ബ്രയൻ എംബോളോ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡ് താരത്തിലൂടെ 1-0 ലീഡ് എടുത്തതിന് ശേഷം ലാസ്റ്റ് മിനിറ്റിന് ഖത്തർ ഹെഡർ അടിച്ചു. ഭയങ്കരമായിട്ട് പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. ഖത്തറിലുള്ളത് മൊത്തം ഇന്ത്യൻ ഒറിജിനൽ പ്ലെയേഴ്സാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. ഖത്തറിൻ്റെ മാച്ച് കണ്ടു. അപ്പോൾ മാച്ച് ഫിനിഷ് ചെയ്ത് തഹസീന് കളിക്കാൻ പറ്റിയില്ല. പക്ഷേ ടീമിൻ്റെ പാർട്ടായിരുന്നു. അവസാനത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തഹസീൻ ഉണ്ടായിരുന്നു കൂടെ തന്നെ. തഹസീൻ മുഹമ്മദ് കൂടെ തന്നെ ഉണ്ടായിരുന്നു ടീമിൻ്റെ. അവസാനം ആദ്യമായിട്ട് ഖത്തർ ഒരു വേൾഡ് കപ്പിൽ ഫസ്റ്റ് പോയിൻ്റ് വേൾഡ് കപ്പിലെടുത്തു. അപ്പോൾ 1-1 സമയത്തിൽ അവസാനം ഒരു ഹെഡർ അടിച്ചത് ഖത്തർ. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് 1 ഖത്തർ 1 മാച്ച് തീർന്നു 2:30 ആയപ്പോഴത്തേക്ക്. അതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തായിരുന്നു അവർ. ഗ്രൂപ്പ് ഫോട്ടോയിൽ തഹസീനും ഉണ്ടായിരുന്നു. നല്ല പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. ഹാപ്പി ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 2:30 മുതൽ ഒരു 3:30 വരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. 2:30 AM മുതൽ 3:30 AM വെളുപ്പിനാണ്. 2:30 AM മുതൽ ഒരു 3:30 AM ജൂൺ 14, 2026 12:30 AM മുതൽ ഒരു 3:30 2:30 AM മുതൽ ഒരു 3:30 AM വരെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു. 3:30-ക്കാണ് പിന്നെ എപ്പിക് ക്ലാഷ് തുടങ്ങിയത്. എപ്പിക് ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സൂപ്പർ കളി എന്ന് പറയുന്നത് അർജൻറ്റീന ഫ്രാൻസ് വേൾഡ് കപ്പിൽ കളിച്ചില്ലേ ഫൈനൽ. അർജൻറ്റീന ഫ്രാൻസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കളിച്ചു. അപ്പോൾ അതിൽ അർജൻറ്റീന പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ജയിച്ചു. അതൊരു എപ്പിക് മാച്ചാണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മാച്ചസ് ഓഫ് വേൾഡ് കപ്പ് ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ ആ മാച്ചിൽ അർജൻറ്റീന ജയിച്ചു. അർജൻറ്റീന വേൾഡ് കപ്പ് ജയിച്ചു. നമ്മുടെ ആഗ്രഹമെല്ലാം സാധിച്ചു. അത് കഴിഞ്ഞിട്ട് കണ്ട മാച്ച് ഏറ്റവും എപ്പിക് മാച്ചായിരുന്നു. ഈ വേൾഡ് കപ്പിൽ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ഓപ്പണിംഗ് മാച്ച് വരേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ഓപ്പണിംഗ് മാച്ച്. ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 3:30-ക്ക് തുടങ്ങിയ മാച്ച് എന്ന് പറയുന്നത് മൊറോക്കോയും ബ്രസീലും തമ്മിലായിരുന്നു. മൊറോക്കൻ ടീം എന്ന് പറയുന്നത് കൂടുതലും യൂറോപ്യൻ ടീംസിൽ കളിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ളതെന്ന് പറയുന്നത് അഷ്റഫ് ഹക്കീമി ഉണ്ട്, യാസിൻ ബോണോ, അതുപോലെ തന്നെ കുറേ പേരുണ്ട്. യൂസഫ് നസീരി ഇന്ന് കളിച്ചില്ല. പിന്നെ വേറെ ആരാണ്, പിന്നെ അതുപോലെ തന്നെ പല പ്ലെയേഴ്സും ഉണ്ടായിരുന്നു. മൊറോക്കോ നല്ല ടീമാണ്. മൊറോക്കോ ഫിഫ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തായിരുന്നു. അതുപോലെ തന്നെ മൊത്തം യൂറോപ്യൻ പ്ലെയേഴ്സ് വെച്ചിട്ട് കൂടുതലുണ്ടായിരുന്ന ഒരു ടീമാണ് ബ്രസീൽ എന്ന് പറയുന്ന ടീം. അപ്പോൾ ബ്രസീലിൻ്റെ ടീമിൽ നെയ്മർ ഉണ്ട്. പക്ഷെ നെയ്മറിന് പരിക്കായത് കാരണം
നമ്മുടെ സുൽത്താൻ, നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എമ്മോ ലിയോണൽ മെസ്സി ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നെയ്മർ ഉണ്ടായിരുന്നു മാച്ചിൽ, പക്ഷേ നെയ്മറിന് കളിക്കാൻ വേണ്ടി പറ്റില്ല. അത് കാരണം ബെഞ്ചിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു ഡ്യൂ ടു ഇഞ്ചുറി. നെയ്മർ ഇല്ലാത്തത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ യൂറോപ്യൻ നെയ്മറും മെസ്സിയും റൊണാൾഡോയൊക്കെ ഇപ്പോൾ യൂറോപ്യനല്ലല്ലോ കളിക്കുന്നത്. ഇപ്പോൾ ബ്രസീലിൽ സാൻഡോസിലാണ് ഇപ്പോൾ നെയ്മർ കളിക്കുന്നത്. അതുപോലെ തന്നെ മെസ്സി കളിക്കുന്നത് ഇന്റർ മിയാമി അമേരിക്കയിലും, പിന്നെ സൗദി അറേബ്യയിലാണ് നമ്മുടെ റൊണാൾഡോ കളിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കളിയുടെ ഇതെന്ന് പറയണത്, അപ്പോൾ ആ കളിയിൽ നെയ്മർ കളിച്ചില്ല ഇന്നലെ. എന്നിട്ട് ഒരു എപ്പിക് മാച്ചായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അർജൻറ്റീന ഫ്രാൻസ് പോലത്തെ ഒരു കളിയായിരുന്നു. ആദ്യമേ തന്നെ ആ കളി ഞാനൊരു 3:30 മുതൽ 5:30 AM 3:30 AM to 5:30 AM ഓഫ് 14th June 2026 കണ്ടു. എന്നിട്ട് ആ മാച്ചിൽ നല്ല എപ്പിക് മാച്ചായിരുന്നു, നല്ല രസമായിരുന്നു. അതിൻ്റെ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ആ മാച്ചിൻ്റെ ഉള്ളിൽ മൊറോക്കോ ആദ്യമേ ലീഡ് എടുത്തു. ഒരു 23 വയസ്സുകാരനായിട്ടുള്ള ഒരാളാണ് ഗോളടിച്ചത്. അപ്പോൾ ആ ഗോളിൽ മൊറോക്കോ 1 ബ്രസീൽ 0. പിന്നെ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും യൂറോപ്യൻ കളിച്ച് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന ആൾ, റിയൽ മാഡ്രിഡിലെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ വിനീഷ്യസ് ജൂനിയർ ഗോളടിച്ചു. അപ്പോൾ അത് 1-1 എന്നായി. അത് മൊറോക്കോ 1 ബ്രസീൽ 1. മാച്ച് ടൈ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് നടന്നില്ല. പക്ഷേ എപ്പിക് മാച്ചായിരുന്നു. 5:30 AM രാവിലെ സൺലൈറ്റൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ 5:30 AM ആയിരുന്നു. 5:30 AMൻ്റെ സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ മാച്ച് തീർന്നു. 1-1 ആയിരുന്നു. നെയ്മറിന് കളിക്കാൻ പറ്റില്ല, നെയ്മർ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു എപ്പിക്കായിട്ടുള്ളൊരു ഫീലിംഗ് തോന്നി നെയ്മറിനെ ആ ബെഞ്ചിൽ കണ്ടപ്പോഴത്തേക്കും. ഈ മാച്ചൊക്കെ മിസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് ഇന്ന് ഉറക്കം ഉണർന്ന് ഈ കളിയൊക്കെ കണ്ടത്. അപ്പോൾ എന്നിട്ട് കളി കണ്ടു. കളി നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ആ കളി ഞാൻ കണ്ടു തീർത്തു. കളി 5:30 ആയപ്പോൾ തീർന്നു. അതിന് റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. അതൊരു 3:30 മുതൽ 5:30 AM വരെയാണ് ഞാൻ കണ്ടത്. 3:30 മുതൽ 5:30 AM ഓഫ് 14th June 2026 ആണ് കണ്ടത്. 5:30 മണിയായപ്പോൾ 5:30 AM ആയപ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നു. പിന്നെ ഞാൻ അമ്മയുടെ ഒപ്പയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം കിടന്നു. പിന്നെ ഒരു 6:30 ആയപ്പോൾ എണീറ്റപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് പിന്നെ ഉറങ്ങാം, ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് എണീക്കുമല്ലോ, അത് കാരണം പിന്നെ ഉറങ്ങാം. അത് കാരണം ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വന്നിരുന്ന് മുമ്പിൽ വന്നിരുന്ന് അപ്പൂപ്പയുടെ കൂടെ അപ്പൂപ്പയൊക്കെ ഗേറ്റൊക്കെ തുറന്ന് അമ്മൂമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോയി. പുട്ടും പയറൊക്കെയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടു. അപ്പോൾ സീ കേരളം TV വെച്ച് നോക്കി ഫുട്ബോൾ മാച്ച് ഉണ്ടോയെന്ന്, ഫിഫയുടെ വേൾഡ് കപ്പിൻ്റെ മാച്ച് ഉണ്ടോയെന്ന് വെച്ച് നോക്കി. അപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ മാച്ച് ഇന്ന് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഹെയ്റ്റിയും സ്കോട്ട്ലാൻഡും തമ്മിലുള്ള മാച്ച് ഒരു 6:30 AM മുതൽ 8:30 AM വരെ TV-ലിരുന്ന് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറുമായിരുന്നു. അപ്പോൾ ആ മാച്ച് കണ്ടു. ആ മാച്ചിൽ ഹെയ്റ്റിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർമർ പ്ലെയർ ആയിട്ടുള്ള ഡക്കൻ സ്നാസോൺ കളിക്കാനുണ്ടായിരുന്നു. അയാളാണ് കൊണ്ടുവന്നത്. പക്ഷേ അയാളെ ഡെബ്യൂട്ട് ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ ഹെയ്റ്റി നല്ലൊരു കളിയാണ് കളിച്ചത്. 6:30 AM മുതൽ 8:30 AM രാവിലെ കളി കണ്ടു. അപ്പോൾ അതിൽ സ്കോട്ട്ലാൻഡ് 1 ഹൈറ്റി 0. 3 പോയിൻറ്റും കൊണ്ട് സ്കോട്ട്ലാൻഡ് ടോപ്പ് ഓഫ് ദി ഗ്രൂപ്പായി. ബ്രസീലും മൊറോക്കോയും ഇല്ല, ആ ഗ്രൂപ്പിൽ തന്നെയാണ് സ്കോട്ട്ലാൻഡ് ഉള്ളത്. അപ്പോൾ സ്കോട്ട്ലാൻഡും ഹെയ്റ്റിയും തമ്മിലുള്ള മാച്ച് 1-0 സ്കോട്ട്ലാൻഡ് ജയിച്ച്. 8:30 ആയപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്നിട്ടൊരു 8:45 ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇന്നത്തെ ദിവസം ജൂൺ 14, 2026 ഏകദേശം ഒരു 8:45 AM മുതൽ ഏകദേശം ഒരു 4:30 വൈകുന്നേരം 4:30 വരെ ഞാൻ കിടന്നുറങ്ങി. വൈകുന്നേരം 4:30 വരെ ഞാൻ കിടന്നുറങ്ങിയതിന് ശേഷം 4:30 എണീറ്റ്. പിന്നെ 4:30 എണീറ്റതിന് ശേഷം പിന്നെ കുറച്ച് നേരം മൊബൈലെടുത്തിട്ട് കുറച്ച് നേരം എന്തൊക്കെയൊക്കെ കണ്ട് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട്. അത് നമ്മുടെ
ഡോണിക്സ് ക്ലാഷിൻ്റെ കണ്ടു, AMD ഒഫീഷ്യൽ ഇവരുടെയൊക്കെ ന്യൂസ്, ഇവരുടെയൊക്കെ ഇത് കണ്ടു, എക്സ്പ്ലനേഷൻ കണ്ടു ഈ മാച്ചസിനെ കുറിച്ചിട്ടുള്ള. പിന്നെ ഞാൻ കുറച്ച് നേരം മേളിൽ പോയിട്ടിരുന്നിട്ട് മുമ്പിലത്തെ റൂമിൽ പോയിട്ടിരുന്നു കുറച്ച് നേരം വെറുതെ ഇങ്ങനെ. ഇപ്പോൾ ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 4:30 PM ആയപ്പോൾ, വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്കും 4:30 PM ആയപ്പോഴത്തേക്കും 14th June 4:30 PM ആയപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് മേളിലിരുന്നതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. വിദ്യാമ്മനോട് കുറച്ച് നേരം വാട്സപ്പിൽ സംസാരിച്ചു, വാട്സപ്പ് വീഡിയോ കോളിൽ. പിന്നെ അതിന് ശേഷം ഞാനൊരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും ഞാൻ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങി. അമ്മൂമ്മ എന്തൊക്കെയൊക്കെ ഇളക്കുമായിരുന്നു, എന്തോ ചെടി വയ്ക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടു. പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു 6 മണി ആയപ്പോഴത്തേക്കും 6 മണി 6:30 ആയപ്പോഴത്തേക്കും അപ്പം വിളക്കെത്തിച്ചും ഞാൻ മേളിൽ പോയിട്ട് തൊഴുതിട്ട് വന്നു. പിന്നെ 6:30 PM ആയി. പിന്നെ വിദ്യാമ്മയുടെ കൂടെ പിന്നെ നമുക്ക് ഇന്ന് സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ ഡെത്തിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. എൻ്റെ ക്യാരക്ടറാകെ ചേഞ്ചായി പോയത്. അപ്പോൾ അതിൻ്റെ പേരിലൊരു ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പ് സ്റ്റാറ്റസിലും ഫേസ്ബുക്കിലും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ എൻ്റെ കൺസോൾട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന് സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ. അദ്ദേഹം മരിച്ചതിന് ശേഷം എൻ്റെ ക്യാരക്ടർ മൊത്തമായിട്ട് ചേഞ്ച് ആയത്. അദ്ദേഹം നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ അദ്ദേഹം മരിച്ച് ഇപ്പോൾ 6 വർഷം. June 14th 2020 മരിച്ചത്. June 14, 2019 ഞാൻ എൻ്റെ ഡയറി എഴുതി തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. പിന്നെ കുറച്ച് നേരം വിദ്യാമ്മയോട് സംസാരിച്ച് ഒരു 8 മണി വരെ സംസാരിച്ചു വിദ്യാമ്മയുടെ കൂടെ. 8 മണിയല്ല 7:45 7:45 PM വരെയൊക്കെ സംസാരിച്ച് 7:45 PM വരെ സംസാരിച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് എന്തൊക്കെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ കണ്ടു നെയ്മറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു മൊറോക്കോ വേഴ്സസ് ബ്രസീൽ ഇന്നലെ നടന്ന മാച്ചിന് ഇന്ന് രാവിലെ 3:30 മുതൽ 5:30 വരെ നടന്ന മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ മണി ജയിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ആ ഒരു സോള്, നെയ്മറിൻ്റെ പ്രസൻസിൻ്റെ ആ ഹാർട്ട് അല്ലെങ്കിൽ സോളാണ് ജയിച്ചത്. മണി ജയിച്ചില്ല. തോൽവിക്ക് സമാനമായിട്ടുള്ളൊരു സമനില നേടി ബ്രസീൽ 1 മൊറോക്കോ 1 എന്ന സമനിലയിലാണ് തീർന്നത്. ഇനി പിന്നെ ഹൈറ്റിയുടെ മാച്ച് കണ്ടു. പിന്നെ അതിനുശേഷം ഇന്ന് 9:30 മുതൽ 11:30 വരെ ഉണ്ടായിരുന്ന ഇതിൻ്റെ കേട്ടു ടർക്കീനെ ഓസ്ട്രേലിയ 2-0 തോൽപ്പിച്ചെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇപ്പോൾ ഒരു സമയം യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോകും. ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ലൈവ് റിയാക്ഷൻ ഉണ്ടാവും. ജർമ്മനി വേഴ്സസ് കുർസാവോ എന്ന് പറഞ്ഞ ടീമിൻ്റെ ഒരു മാച്ചുണ്ട് ജർമ്മനിയുടെ. അത് രാത്രി 10:30 ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 14th June 2026 8:15 8:15 PM ആയി. അപ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. നമുക്ക് ചെയ്യാം. കുളിച്ചിട്ട് വരണം. എന്നിട്ട് റിയാക്ഷൻ ഉണ്ടാവും. 10:30 PM to 12:30 AM ഓഫ് 15th June 2026 ആണ് ജർമ്മനി വേഴ്സസ് കുർസാവോ മാച്ച്. ഫിഫ വേൾഡ് കപ്പിലെ 1 2 3 4 5 6 7 8 9th മാച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ മാച്ച് ഇരുന്ന് കാണാം. അതിൻ്റെ ഒരു ലൈവ് റിയാക്ഷൻ ഉണ്ടാകും. സ്റ്റേ ട്യൂൺ. ബൈ. ഹലോ ഗൈസ്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് പറയാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ എന്ന് പറയുന്നത് 8:30 എടുത്തു വെച്ചത്. 8:30 PM 14th June 2026 8:30 PM എടുത്തു വെച്ചതാണ്.
ഇന്ന് രാവിലെ ഞാൻ മൊറോക്കോ വേഴ്സസ് ബ്രസീൽ കണ്ടു കഴിഞ്ഞു. ബ്രസീൽ മൊറോക്കോ 1-1 ഡ്രോ ആയിരുന്നു. എന്നിട്ട് ബ്രസീൽ 1 മൊറോക്കോ 1 ഡ്രോ ആയതിനു ശേഷം 5:30 ആയിരുന്നു. പിന്നെ 6:30 ആയപ്പോഴത്തേക്കും വെളിച്ചം വന്ന് തുടങ്ങി. അപ്പോൾ 5:30 to 6:30 ഞാൻ അമ്മയുടെ ഒപ്പയുടെ കൂടെ പോയിട്ട് കിടന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓർത്തായിരുന്നു നമ്മുടെ കൊൽക്കട്ട യാത്രേനെ കുറിച്ചിട്ടൊക്കെ ഓർത്ത്. അപ്പോൾ അമ്മൂമ്മേനോടും ഒപ്പനോടൊക്കെ കൊൽക്കട്ട യാത്രേനെ കുറിച്ചിട്ട് വെറുതെ ഡിസ്കസ് ചെയ്തു. ഞാൻ അവിടുത്തെ കൊൽക്കട്ടയിലെ എക്സ്പീരിയൻസും അവിടുത്തെ സ്റ്റോറിയും രാവിലെ പോയതും ഹുഗ്ലി റിവറും വിക്ടോറിയ പാലസും അതുപോലെ തന്നെ എഡൻ ഗാർഡൻ സ്റ്റേഡിയം, സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കട്ട, ഇവിടെയൊക്കെ പോയിട്ട് വന്നു അന്നത്തെ ദിവസം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഞാനും അമ്മയപ്പയും കൂടെ ഇങ്ങനെ സംസാരിച്ചു അതിനെക്കുറിച്ചിട്ട്. ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു 5:30 മുതൽ 6:30 വരെ, രാവിലെ ഒരു 5:30 മുതൽ 6:30 വരെ ഞങ്ങളിങ്ങനെ കൊൽക്കട്ട യാത്രേനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. മൊറോക്കോ വേഴ്സസ് ബ്രസീൽ കളി കഴിഞ്ഞത് 3:30 AM to 5:30 AM ആയിരുന്നു. അപ്പോൾ നല്ല കളിയായിരുന്നു. നെയ്മർ ഉണ്ടായിരുന്നില്ല കളിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ നല്ല കളിയായിരുന്നു. നല്ല ആ കളിയുടെ ഉള്ളിൽ ബ്രസീൽ 1 മൊറോക്കോ 1 ഡ്രോയിൽ തീർന്നു. പിന്നെ അമ്മയുടെ ഒപ്പയുടെ കൂടെ പോയിട്ടിരുന്നു ഞങ്ങൾ കൊൽക്കട്ട ജേർണി നവംബർ 2025 നടത്തിയ കൊൽക്കട്ട ജേർണീനെ കുറിച്ചിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ച് ഞാനും അപ്പം അമ്മയും കൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം കിടന്ന് ഉറങ്ങി. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, 8:30 വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. 8:30 കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ എടുത്ത് 8:30 വീഡിയോ എടുത്തിട്ട് ശേഷം 8:30 വീഡിയോ എടുത്തു. എന്നിട്ട് 8:30 വീഡിയോ എടുത്തതിന് ശേഷം ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു ജെലിറ്റ മിസ്സിൻ്റെ കയ്യിൽ നിന്ന്. വാട്സപ്പ് മെസ്സേജ് വന്നത്, ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു അവിടെ DB കോളേജിൽ MA ഉണ്ടോയെന്ന്, മാസ്റ്റേഴ്സിൻ്റെ ഡിഗ്രി ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നു. MA ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നു, മാസ്റ്റേഴ്സിൻ്റെ ഡിഗ്രി ഉണ്ടോയെന്ന്, MA ഇംഗ്ലീഷ് ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നു. അപ്പം മിസ്സ് പറഞ്ഞ MA ഇംഗ്ലീഷ് 2 ഇയേഴ്സിൻ്റെ ഇല്ല, 5 ഇയേഴ്സിൻ്റെ ഇൻ്റഗ്രേറ്റഡേ ഉള്ളൂ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇന്ന് മിസ്സ് എന്തോ അന്വേഷിച്ചിട്ട് ഇന്ന് പറഞ്ഞു, മാസ്റ്റേഴ്സ് ഡിഗ്രി വേണമെങ്കിൽ ലാറ്ററൽ എൻട്രി നടത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പോൾ 3 വർഷം BA പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു, ഇനിയിപ്പോൾ നിനക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഇൻഡോമിസിനെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത 2 വർഷത്തേക്ക് വേണമെങ്കിൽ ലാറ്ററൽ എൻട്രി കോളേജ് വഴി തന്നെ നമുക്ക് കയറാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടൊരു വോയിസ് മെസ്സേജ് ഇട്ടു. അപ്പോൾ അതിന് ഓക്കെ മിസ് താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മുമ്പിലോട്ട് പോയി, അപ്പുറത്തേക്ക് പോയി. അപ്പോൾ 8:45 ആയിരുന്നു, 8:45 PM ഒക്കെ ആയിരുന്നു ആ സമയത്ത്. 8:45 PM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മുമ്പിലോട്ട് പോയി. അമ്മൂമ്മ എന്തൊക്കെയോ ജോലിയിലായിരുന്നു, ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയൊക്കെ ജോലിയിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് മൊബൈലിൽ സ്ക്രീൻഷോട്ട് ഒന്ന് ഓൺ ചെയ്ത് തരുമെന്ന്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഓൺ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 9 o'clock ആയി. 9 PM ആയപ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഫ്രഷായി ടോയ്ലറ്റിൽ പോയി കുളിച്ചിട്ട് മേളിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ ഡ്രസ്സിട്ട് PSG-യുടെ 2018 ഈ സംഭവം. 2018 ജേഴ്സിയാണ് PSG-യുടെ നെയ്മറിൻ്റെ ജേഴ്സിയാണ്. അപ്പോൾ അതെടുത്തിട്ടു. പിന്നെ താഴത്തേക്ക് വന്നു. പിന്നെ സമയം ഒരു 9:15 ആയപ്പോഴത്തേക്കും ടോമിയുടെ ഭയങ്കര കുര. ടോമിക്കുട്ടൻ പപ്പിയുണ്ട്, മിനിയേച്ചർ പെൻസർ. അപ്പോൾ ആളുടെ ഭയങ്കര കുര. ഞാൻ പോയിട്ട് അപ്പോൾ അമ്മൂമ്മ ലയച്ചിട്ടനോട് സംസാരമായിരുന്നു, ഭയങ്കര സംസാരത്തിലായിരുന്നു. അപ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞത്. അവനെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പുറത്ത് പോയിട്ട് ഇതുവഴി ഇങ്ങനെ നോക്കി അവൻ്റെ അടുത്തേക്ക്. അവനെന്താ കുരക്കണേന്ന് ഇങ്ങനെ നോക്കി. അവൻ എന്നിട്ട് നോക്കണ വശത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു കുഞ്ഞ് പാമ്പും ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഒച്ച വെച്ചു. ഞാൻ ഒച്ച വെച്ചപ്പോഴത്തേക്കും അമ്മേനോട് പറഞ്ഞു, ഒരു പാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ കേട്ടില്ല, എനിക്ക് തോന്നുന്നത് ശ്രദ്ധിച്ചില്ലായിരിക്കും. 8:30 ആയപ്പോഴത്തേക്കും അമ്മ ലയിച്ചിട്ടനോട് സംസാരത്തിലായിരുന്നു. അപ്പോൾ പാമ്പ് കുഞ്ഞ് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ പാമ്പ് കുഞ്ഞൊരു മതിൽ സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ
അപ്പോഴത്തേക്കും പറഞ്ഞ് വിദ്യാമ്മ അമ്മ ചെന്നിട്ട് അമ്മ പറഞ്ഞ് ഒച്ചയിൽ വിളിക്കല്ലേ, ഒച്ചയിൽ പറയല്ലേ. അപ്പം ഞാൻ നോക്കാം എന്തിനാ ഒച്ചയിൽ പറഞ്ഞാൽ എന്താ ഇവിടെ കുഴപ്പം, ഇവിടെ വല്ലതും കുഴപ്പമുണ്ടായിരിക്കും ഒച്ചയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം തന്നെ അപ്പൂപ്പ വിമൽ മാമൻ്റെ വീട്ടിൽ പോയിട്ടിരിക്കുമായിരുന്നു. അപ്പം അപ്പുറത്ത് താഴത്ത്. അപ്പം എന്നോട് ഞാൻ ഒച്ചയിൽ വിളിച്ചു, അപ്പൂപ്പയെ പാമ്പുണ്ട് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അപ്പൂപ്പ എടാ ഒച്ചയിൽ പറയല്ലേ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ഓർത്ത് എന്താ ഒച്ചയിൽ പറയാത്തതിന് എന്താ കുഴപ്പം എന്ന് ഞാൻ ഓർത്ത്. ഞാനപ്പോൾ തിരിച്ച് പറഞ്ഞു ഒച്ചയിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം, നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇല്ല അങ്ങനെ ഒച്ചയിൽ പറയാൻ വേണ്ടി പാടില്ല, പാമ്പൊക്കെ ഓടിപ്പോകും. പാമ്പ് ഓടിപ്പോട്ടെ, അതുകൊണ്ടല്ലേ നമ്മൾ ഒച്ചയിൽ പറയുന്നത്. എന്നിട്ട് അപ്പൂപ്പ വന്ന് ഗേറ്റ് തുറന്നിട്ടായിരുന്നു. എന്നിട്ട് അപ്പൂപ്പ ചെന്ന് ഈർക്കിലെ മറ്റേ കോലുണ്ടായിരുന്നു, അത് ഈ അലമാരയുടെ സൈഡിലായിരുന്നു വെച്ചിരുന്നത്. ആ കോലിപ്പോൾ എടുത്തു, അത് വശത്ത് തട്ടിക്കളഞ്ഞു. ആ പാമ്പും കുഞ്ഞിനെ തട്ടിക്കളഞ്ഞു. പിന്നെ ടോമിയുടെ കുറച്ചിൽ നിന്നു ആ സമയമായപ്പോഴത്തേക്ക്. പിന്നെ ഒരു 9:30 PM ആയി. കുളിച്ച് കഴിഞ്ഞു. ഈ പറഞ്ഞ ഇൻസിഡൻസൊക്കെ കഴിഞ്ഞിട്ട് 9:30 PM ഞാൻ ഓർത്തത് എന്താണ് ഈ ഇവിടെ ഒച്ചെടുത്ത് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ട്, നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടായിരിക്കും ഇവിടെ, പക്ഷേ എനിക്കത് ബാധിക്കില്ല. പക്ഷേ ഞാനത് ചെയ്തു. ഞാൻ പിന്നെ ഉള്ളിലേക്ക് വന്നു, ലാപ്പിൻ്റെ മുമ്പിലിരുന്നു. ഇനി 14th June 2026. ഇപ്പം സമയം 10:18 PM ആയി. എന്നിട്ട് ഞാൻ നെയ്മറിൻ്റെ ഇതാണ് ലാപ്ടോപ്പിൽ നെയ്മറിൻ്റെ PSG ഗോളുകളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വേൾഡ് കപ്പിൽ അടിച്ച ഗോളുകളും അസിസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ നെയ്മറിൻ്റെ ഗോളുകളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. കണ്ട് കഴിഞ്ഞ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:20 ആകാറായി. അപ്പോൾ ഇനി ജർമ്മനി വേഴ്സസ് കുർസാവോയുടെ ഇതുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ജർമ്മനി വേഴ്സസ് കുർസാവോൻ്റെ മാച്ചിൻ്റെ റിയാക്ഷൻസ് ഇടാം കേട്ടോ. ഓക്കെ ബൈ. അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. 10:20 PM ആയി സമയം. ഇന്ന് നല്ല വൈറ്റ് ഡേ ആയിരുന്നു. ഉറങ്ങിയെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ സംഭവിച്ചൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ താടിയൊക്കെ വന്നു, കുഴപ്പമില്ല, ലുക്കായിട്ടുണ്ട്. ഓക്കെ. ഇന്ന് 14th June 2026. ഡോറൊക്കെ അടച്ചിട്ടേക്കുക, ബാക്കിയുള്ളവരെ കേൾക്കും, അല്ലെങ്കിൽ ഞാൻ ഒച്ചയിലെടുക്കണം. ബാക്കി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. ബ്രസീലിൻ്റെ മൊറോക്കോയുടെയും പിന്നെ ഖത്തർ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒക്കെ റിയാക്ഷൻസ്. പിന്നെ രാവിലെ ഞാൻ ഹൈറ്റി വേഴ്സസ് സ്കോട്ട്ലാൻഡ് ജയിച്ച മാച്ച് ഇതിലാണ് കണ്ട്. പിന്നെ ഞാൻ മറ്റേൻ്റെ ഹൈലൈറ്റ്സ് കണ്ടിട്ടില്ല, അത് നാളെ കാണാമെന്ന് വിചാരിച്ചിരിക്കുക. ഇനിയിപ്പോൾ ജർമ്മനി വേഴ്സസ് കുർസാവോ മാച്ചുണ്ട്, അതിൻ്റെ ഹൈലൈറ്റ്സ് കാണണം. അതിൻ്റെ ലൈവ് 10:00 തുടങ്ങും. ഈ വേൾഡ് കപ്പിൽ 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 6, 7, 8, 9th മാച്ച്, 9th മാച്ച് ഓഫ് 2026 ഫിഫ വേൾഡ് കപ്പ് ഔട്ട് ഓഫ് 104 മാച്ചസ് ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങും, 10:30 ആകുമ്പോഴത്തേക്കും തുടങ്ങും. അപ്പോൾ ഓക്കെ, ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം റിയാക്ഷൻസ്. നമ്മൾ സാക്ഷികളാകുന്നത് ലോക ഫുട്ബോളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ഗോളിമാരിൽ ഒരാളായ ലൈനപ്പ് കാണിച്ചു തുടങ്ങി. ജർമ്മനി വേഴ്സസ് കുർസാവോ, നല്ല ലൈനപ്പാണ്. തുടങ്ങി, മാച്ച് തുടങ്ങാറായി. 9th മാച്ച് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 തുടങ്ങാം. ഫിഫ വേൾഡ് കപ്പിലെ 9th മാച്ച് തുടങ്ങി. കുർസാവോ വേഴ്സസ് ജർമ്മനി കാണാം. സ്റ്റാർട്ട്. ഈ കോച്ചിന് കീഴിൽ അഡ്വക്കേറ്റ് പരിശീലിപ്പിക്കുന്ന കോച്ചിന് കീഴിൽ നേരത്തെ നെതർലൻഡ്സിൽ കളിച്ചിട്ടുള്ള താരവും കൂടിയാണ് അഡ്വക്കേറ്റ് കാണാമത്.
നിങ്ങളുടെ ടി വി മോണിറ്ററിന്റെ വലത്തു നിന്നും ഇടത്തേക്ക് ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ് നീല ജേഴ്സിയിലും മഞ്ഞ ഷോർട്സിലുമാണ് ക്യൂറസാവോ എങ്കിൽ നിങ്ങളുടെ ടി വി മോണിറ്ററിന്റെ ഇടത്തു നിന്നും വലത്തേക്ക് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് വേൾഡ് കപ്പ് എടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ടൈമാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. കുർസാവോ കോച്ചിൻ്റെ കാര്യം പറഞ്ഞു. ഗ്യാങ് സൈഡും പഴയ കോച്ചും കൂടിയിട്ടാണ് രണ്ട് ടീമിൻ്റെയും കോച്ച്. പക്ഷേ നമുക്ക് കാര്യം വെച്ചാൽ ജർമ്മനി നേരത്തെ ഷൈജു പറഞ്ഞ പോലെ ജപ്പാൻ്റെ കൂടെ കളിച്ചത് നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ചേര കളിച്ചാലും മതി അത്താഴം തുടങ്ങാൻ. അതൊരു വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. ചേര കഴിച്ചാലും മതി അത്താഴം മുടങ്ങാൻ എന്നുള്ളത്. തീർച്ചയായിട്ടും ജർമ്മനി വേഴ്സസ് ക്യൂറസാവോ മത്സരം ഗ്രൂപ്പ് ഇയിലാണ് ഈ ടീമുകൾ പോരാടുന്നത്. ഗ്രൂപ്പ് ഇയിൽ ജർമ്മനിയെയും ക്യൂറസാവോയും കൂടാതെ 2 മിനിറ്റായി മാച്ച് 2 മിനിറ്റായി. ജർമ്മനി 0 കുർസാവോ 0. 22:34 10:34 AM 10:34 PM 14th June 2026 10:34 PM 2 മിനിറ്റായി. ജർമ്മനി 0 കുർസാവോ 0. ജർമ്മനി അറ്റാക്കിംഗ് ജർമ്മനി അറ്റാക്കിംഗ് ജർമ്മനി അറ്റാക്കിംഗ് തുടക്കത്തിൽ തന്നെ ക്യൂറസാവോയുടെ ബോക്സിലേക്ക് പന്തുമായി എത്തുന്ന ജർമ്മനിക്ക് വേണമെങ്കിൽ അവസരങ്ങൾ പകുതി അവസരം എന്ന് പറയാം. ഒരു നല്ലൊരു കൗണ്ടർ അറ്റാക്കിൻ്റെ സാധ്യത ഉണ്ടായിരുന്നാണ്. അത് ഫൗളായിട്ടുണ്ടാവും. ആ ഫൗളായിക്കാണത്. കുർസാവോ കുഴപ്പമൊന്നുമില്ല, ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്നെങ്കിലും അറ്റാക്ക് ടൈമിൽ ആൾക്കാർ മുന്നിലേക്ക് വരുന്നു ശരിക്കും. അലക്സാണ്ടർ പൗലോവിച്ചിന്റെ ഫൗളാണത്. ജർമ്മനിയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡിന്റെ ചുമതലയുള്ള ജേഴ്സി നമ്പർ 5 Munich midfielder Alexander Pavlovich, jersey number 5. Alexander Pavlovich and Felix Metschi. Borussia Dortmund and Bayern Munich combination നടക്കാനുള്ള defensive midfield sector for Germany. ക്യൂറസാവോയുടെ ആദ്യ മുന്നേറ്റം ബോക്സിനകത്തേക്ക് കടക്കാനുള്ള ശ്രമം, പക്ഷെ അപ്പോൾ അതിൽ പൂർണ്ണമായി വിജയിക്കാൻ കഴിയുന്നില്ല. മത്സരം 3 മിനിറ്റ് പിന്നിടുന്നു. ഇന്റർസെപ്ഷൻ ശ്രമിക്കുന്നു, പക്ഷെ പന്ത് നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയുന്നില്ല. യൂലിയൻ നഗൽസ്മാൻ, ഇദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 38 വയസ്സ് മാത്രം പ്രായമുള്ള ഈ വേൾഡ് കപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകൻ, യങ്ങസ്റ്റ് ഹെഡ് കോച്ച് ഓഫ് ദിസ് വേൾഡ് കപ്പ് യൂലിയൻ നഗൽസ്മാൻ എന്ന് പറഞ്ഞാൽ യൂലിയൻ നഗൽസ്മാന്റെ കീഴിൽ കളിക്കുന്ന മാനുവൽ നോയുടെ പ്രായം 40ആണ്. അപ്പോൾ ഇവിടെ അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തമാശക്കാണെങ്കിൽ ഞാൻ വൈകുന്നേരം പറഞ്ഞപ്പോൾ കളി പരിശീലിക്കുന്ന സമയത്ത് ഗോൾകീപ്പർ ന്യൂയറെ നോക്കി നഗൽസ്മാൻ ചേക്കാന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ചേട്ടാ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയേട്ടാന്ന് പറയേണ്ടി വരുമോ? പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികം ഒരു പ്രായത്തിൽ മുതിർന്ന ഒരാളെ ശകാരിക്കാനും ചീത്ത വിളിക്കാനും സ്വാഭാവികമായി മാനുഷികമായി നമ്മളൊന്ന് മടിക്കും. ചിലപ്പോൾ നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാളല്ല. എന്ന് പറഞ്ഞാൽ 5 വേൾഡ് കപ്പ് കളിക്കുന്ന മാനുവൽ നോയുടെ പ്രായം 40ആണ്. ജർമ്മനിയുടെ മുഖ്യ പരിശീലകന്റെ പ്രായം 38 മാത്രം. പക്ഷേ അതുപോലെ തന്നെ അവർ കോച്ചിന്റെ കാര്യം പറഞ്ഞു. ആ കോച്ചിന്റെ കാര്യം പറഞ്ഞു. അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ് പറഞ്ഞത്. ആ എക്സ്പീരിയൻസ് ആ പ്ലേയേഴ്സിന് കൊടുക്കുന്നതുകൊണ്ടാണ് അത്രയധികം ടീമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല. തീർച്ചയായിട്ടും നമ്മൾ ടീം കപ്ലക്കാരനെ കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ക്യൂറസാവോയുടെ പരിശീലകൻ ഡിക് കപ്ലക്കാരന്റെ 78 വയസ്സുകാരൻ, ഏറ്റവും പ്രായം കൂടിയ പരിശീലകൻ. അദ്ദേഹം ഒരുപാട് ക്യൂറസാവോയിലേക്ക് വരുന്നതിന് മുമ്പ് എത്രയോ ടീമുകൾ, ഡച്ച് ടീമിന്, നെതർലാൻഡ്സ് ദേശീയ ടീമിന്റെ പരിശീലനമായിരുന്നു. 98 വേൾഡ് കപ്പിൽ അദ്ദേഹം 98ലാണ് തോന്നുന്നു
98 2006 നെതർലൻഡ്സിന്റെ പരിശീലകനായിരുന്നു അദ്ദേഹം. അതിനുശേഷം കൊറിയ റിപ്പബ്ലിക് ടീമിന്റെ പരിശീലകനായിരുന്നു, ഇറാഖ് ടീമിന്റെ പരിശീലകനായിരുന്നു, സെർബിയ ദേശീയ ടീമിന്റെ പരിശീലകനായിരുന്നു അദ്ദേഹം. ഒരുപാട് ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു ഡിക് അഡ്വക്കേറ്റ്. അദ്ദേഹം ഇപ്പോൾ ക്യൂറസാവോയെ പരിശീലിച്ചെത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നമ്മളൊരു റെസ്പെക്റ്റോട് കൂടി കാണുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന പേര് തന്നെയാണ് ഡിക് അഡ്വക്കേറ്റ് എന്ന പേര്. ലോകവേദികളിൽ നമ്മൾ പറയുമ്പോൾ റെസ്പെക്ട്. അത് കറക്റ്റാണ്. അത് അത്രയും സീനിയർ കോച്ചാണ്. അപ്പോൾ ആ റെസ്പെക്ട് എന്തായാലും ആ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്ന പ്ലേയേഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇത് വിചാരിക്കുന്നു. പക്ഷേ ജർമ്മനിയെ പോലൊരു ടീം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ബെസ്റ്റ് ടീമാണ്, വേൾഡിലെ ബെസ്റ്റ് ടീമാണ്. 4 കൊല്ലം വേൾഡ് കപ്പ് ചാമ്പ്യനായിരുന്നു. ഫസ്റ്റ് ഇയർ ആണ് ഇവർ കളിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് ജർമ്മനിക്ക് കിട്ടുന്ന ആദ്യത്തെ തുറന്ന അവസരം ഈ മത്സരത്തിന്റെ 6ാം മിനിറ്റിലാണ്. വീണ്ടും ആ ഇടതുവിങ്ങിലൂടെ ജർമ്മനി ഇൻസേർഷൻ. നേരത്തെ വന്ന പന്ത് ഓപ്പൺ ബോൾ, ത്രൂ ബോൾ, ഫ്രീ ബോൾ. ഗോൾ അടിച്ച് 5 മിനിറ്റ്. ജർമ്മൻ ടാങ്കികളിതാ വരുന്നു. അടുത്ത മുന്നേറ്റം. ഒരു ഗോൾ അടിച്ചതിന് തൊട്ട് പിന്നാലെ ജർമ്മനി വീണ്ടും ക്യൂറസാവോയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പി ഇരമ്പി അടുത്ത് വരികയാണ്.
വെക്കാൻ. പക്ഷെ എന്നിട്ട് പോലും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കയ്യിൽ വായിൽ വെച്ച വിസിലടിക്കുന്നതെന്ന് കാണുക. ജർമ്മനി 1 കുർസാവോ 0. ഒരു യുവാക്കൾ ചെയ്യുന്നതിനേക്കാൾ എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തെന്ന് കാണുക വിഷ്വൽ നമുക്ക്. മറ്റേ യുവക്കളാജിനെ ഇപ്പോൾ ചീത്ത വിളിച്ച് പ്ലേയേഴ്സ് ഇതാക്കിയത് അയാൾ ഭയങ്കര കൂളായിട്ട് കോച്ച് കൂളായിട്ട് നിൽക്കുന്നത്. So, ജർമ്മനി മുന്നിലെത്തിയിരിക്കുന്നു. ഗ്രൂപ്പ് ഇ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ക്യൂറസാവോയ്ക്കെതിരെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. കാരണം ക്യൂറസാവോ കുഞ്ഞൻ ടീമാണ്, ജർമ്മനി വമ്പന്മാർ. ഇതുപോലെയുള്ള ഒരു എക്സ്പ്ലോസീവ് തുടക്കം തന്നെയാണ് ഈ മത്സരത്തിൽ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ ജർമ്മനി 6ാമത്തെ മിനിറ്റിൽ ലീഡ് എടുത്തിരിക്കുന്നു. ജർമ്മനി 1 ക്യൂറസാവോ 0. വീണ്ടും ഇൻസൈഡിലേക്ക് വരുന്നു ലിറോയ് സാനെ. ജർമ്മനിയുടെ മെച്ച ഇഞ്ചിയുടെ വ്യത്യാസത്തിലാണ് ആദ്യ സെക്കൻഡ് കോച്ചിനെ തൊട്ടില്ല എന്ന മട്ടിൽ പുറത്തേക്ക് പോകുന്നത്. ഓ എന്താ ഷോട്ട്. ചോറുണ്ടാൻ വരാം. എടുത്തു ചെയ്യുന്നു ബൊറൂഷ്യ. ലെഫ്റ്റ് ഫുൾ ബാക്ക്. അത് ശരിയാണ്. എന്താണ് അതിന്റെ ഇത് പഠിക്കും. ആ ദ്വീപിൽ ജനിച്ച ഒരാൾ മാത്രമേ ആ ടീമിലുള്ളൂ. ബാക്കി എല്ലാവരും ജനിച്ചത് നെതർലൻഡ്സിലും മറ്റു രാജ്യങ്ങളിലുമാണ്. കൂടുതലും നെതർലൻഡ്സ്. വീണ്ടും ഫെലിക്സ് മെച്ച Schlotter back, jersey number 15. Jonathan Tyer, Nico Schlotter, welcome അടങ്ങിയ രണ്ട്. Beautiful ball pass again. Ball passന്റെ സുന്ദരമായ ദൃശ്യങ്ങൾ. മനോഹരമായ ബോൾ. ഞാൻ ബാക്കി ടി വിയിൽ കാണാം. ഹലോ ഗൈസ്. അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് 10:30 തുടങ്ങിയതായിരുന്നു. 10:30 നമ്മുടെ ഇത് തുടങ്ങി. അതൊന്ന് മാച്ച് തുടങ്ങിയായിരുന്നു. ജർമ്മനി വേഴ്സസ് കുർസാവോ 9ാമത്തെ മാച്ചായിരുന്നു വേൾഡ് കപ്പിൽ 9ാമത്തെ മാച്ച് ജർമ്മനി വേഴ്സസ് കുർസാവോ തുടങ്ങി. അതിൻ്റെ റിയാക്ഷനും ലൈവും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യത്തെ ഗോൾ അടിച്ചത്. ജർമ്മനി ആദ്യത്തെ ഗോൾ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സെലിബ്രേഷനൊക്കെ ഇട്ട് ജർമ്മനി ഗോൾ അടിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻ്റർനെറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ലാപ്പ് എന്നിട്ട് ഞാൻ അടച്ചു വെച്ചു. ലാപ്പുണ്ട്. അപ്പോൾ 10:35 ആയപ്പോഴത്തേക്കും ഇൻ്റർനെറ്റ് വരൽ നിന്ന് പോന്നു. അത് കാരണം ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ എന്തോ പ്രശ്നം പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ച ടി വിയിൽ കാണാം. അത് കാരണം ഞാൻ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെച്ച് റിയാക്ഷനും നിർത്തി, ലൈവ് നിർത്തി. അത് കാരണം വിചാരിച്ച് ലൈവിന് വേണ്ട ഈ മാച്ചിൻ്റെ. അപ്പോൾ ഞാൻ മുമ്പേ പോയിട്ടിരുന്ന TV കേരളം ഇന്ന് രാവിലെ മറ്റേ സ്കോട്ട്ലാൻഡും ഹെയ്റ്റിയും തമ്മിലുള്ള മാച്ച് കണ്ടത്. സ്കോട്ട്ലാൻഡ് 1-0 ജയിച്ചത്. ഒരു വോളി അടിച്ചാണ് ജയിച്ചത്. അപ്പോൾ ആ മാച്ച് ഞാൻ കണ്ടത് കേരളത്തിലായിരുന്നു. അപ്പോൾ മുമ്പിൽ പോയി നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം ടി വിയിൽ കണ്ടു. ടി വിയിൽ ജർമ്മനി കുർസാവോ മാച്ച് അമ്മൂമ്മയുടെ അപ്പയും അപ്പോൾ എന്തോ ഇൻഷുറൻസ് ബേസ്ഡ് വർക്ക് എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മുമ്പിൽ. അപ്പോൾ
10:30 മുതൽ 12:30 വരെ കണ്ടു. ഹാഫ് ടൈം ഉൾപ്പെടെ 10:30 മുതൽ 12:30 വരെ കണ്ടു മാച്ച്. 14th June 2026 രാത്രി 10:30 മുതൽ 12:30 വരെ ഇരുന്ന് കുർസാവോ വേഴ്സസ് ജർമ്മനി മാച്ച് കണ്ടു ഞങ്ങൾ. ഞാനും അപ്പൂപ്പ അമ്മയും കണ്ടു. ഇൻഷുറൻസ് വർക്കിൽ ബിസി ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ജർമ്മനി വേഴ്സസ് കുർസാവോ മാച്ച് കണ്ടു. 10:30 മുതൽ 12:30 വരെ. എന്നിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പൂപ്പ പറഞ്ഞ് 16-ാം തീയതി കണ്ണൂർ പോവുക അപ്പൂപ്പ ഒറ്റയ്ക്ക്. അപ്പോൾ അപ്പൂപ്പയുടെ കൂടെ വേറെ ഫ്രണ്ട്സും ഉണ്ട്. മറ്റേ മുത്തപ്പൻ്റെ അമ്പലമുണ്ട്, മുത്തപ്പൻ്റെ അമ്പലം. അപ്പോൾ അവിടെ പോവുക. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു ബാഗ് വേണമെന്നാണ് പറഞ്ഞത്. വിദ്യാമ്മ ഹുബ്ലിക്ക് പോണതിന് മുമ്പ് ആ ബാഗുകളൊക്കെ കഴുകിയിട്ട് ഈ മേളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട്ലി ഇപ്പം നിലവിൽ ഒരു ബാഗ് മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാം എടുത്ത് മേളിലേക്ക് വെച്ചു. പിന്നെ വിദ്യാമ്മനോട് വിളിച്ച് ചോദിച്ചു ഏതെങ്കിലും ബാഗ് ഇവിടെ താഴ്ത്തിരിപ്പുണ്ടോ. അപ്പോൾ വിദ്യാമ്മ പറഞ്ഞു ഇവിടെ ഒരു ബാഗും ഇല്ല ഈ ഏരിയയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാഗും കഴുകി അതിൻ്റെ യൂസ് കഴിഞ്ഞായിരുന്നു. അത് കാരണം കഴുകി എല്ലായിടത്തും അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ ബാഗും എടുത്ത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പ ചോദിച്ചു ഒരു ബാഗ് തരുമോ, പാക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ കണ്ണൂരേക്ക് പോകണം, മറ്റന്നാളാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാഗ് അപ്പം പപ്പനോട് പറഞ്ഞ് നാളെ തരാം, നാളെ എന്തായാലും രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഞാൻ തരാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു 10:30 മുതൽ ഒരു 12:30 വരെ 15th June 2026 12:30 വരെ ഇരുന്ന് ജർമ്മനി വേഴ്സസ് കുർസാവോ മാച്ച് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഡിന്നറും കഴിച്ചു. ഡൈനിങ് ടേബിളിലിരുന്ന് അപ്പൂപ്പയുടെ കൂടെ ഡിന്നർ കഴിച്ചു. രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചു. ഒരു 11 മണിയായപ്പോൾ ഭക്ഷണം കഴിച്ചു. എന്തായിരുന്നു ഭക്ഷണം കഴിച്ച് അത് മോരും ചോറും പിന്നെ മീൻ വറുത്തതുമായിരുന്നു. അപ്പം അത് കഴിച്ചു. ഫുൾ കളി കണ്ടു. ഫുൾ കളിയുടെ ഇടയ്ക്ക് ജർമ്മനി 7-1 കുർസാവോവിനെ തോൽപ്പിച്ചു. ജർമ്മനി 7-1 കുർസാവോവിനെ തോൽപ്പിച്ചതിന് ശേഷം അപ്പൂപ്പ ചോദിച്ചു ഇത്രത്തോളം മോശമായിട്ട് എന്തിനാണ് ഈ ജർമ്മനി ഇങ്ങനെയെല്ലാം. ഞാനപ്പോൾ പറഞ്ഞു ഇത് ജർമ്മനിക്ക് എപ്പോഴുള്ള പരിപാടിയാണ്. ബെയറൻ എന്ന് പറയുന്ന ടീം ജർമ്മനിയുടെ ഒരിതാണ്. അപ്പോൾ ആ ടീം ബാർസലോണേനെ 2020 മെസ്സിയുടെ ബാർസലോണേനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ വെച്ചിട്ട് 8-2 തോൽപ്പിച്ചു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ജർമ്മൻസിൻ്റെ സ്ഥിരം സ്വഭാവമാണ് ഈ 7-1 8-0 അടിക്കണം, കൂടുതൽ സ്കോർ അടിക്കാൻ പറ്റും. അവരുടെ ഈഗോനെ ഹർട്ട് ചെയ്തായിരുന്നു. അപ്പം മാച്ചിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. മാച്ച് ഞാൻ ഈ വേൾഡ് കപ്പ് മാച്ച് ഞാനിരുന്ന് കണ്ടു. 10:30 മുതൽ 12:30 വരെ. അപ്പൂപ്പ അമ്മ ഉണ്ടായിരുന്നു. അവർ വർക്കിലായിരുന്നെങ്കിൽ പോലും അവരും എൻ്റെ കൂടെ ഇരുന്ന് കണ്ടു. മാച്ച് ഫുള്ള് കണ്ടു കഴിഞ്ഞു. 12:30 ജൂൺ 15, 2026 വെളുപ്പിന് 12:30 വരെ ഇരുന്ന് കണ്ടു മാച്ച്. ജർമ്മനി 7 കുർസാവോ 1. നെമേച്ച എന്ന് പറയുന്ന ഒരു ആളാണ് ആദ്യം ഒരു ഗോൾ അടിച്ചത്. അതാണ് ഇവിടെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്തത്. അയാൾ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കർലിംഗ് ഹിറ്റാണ് കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 21 മിനിറ്റ് ആയപ്പോഴത്തേക്കും കുർസാവോ അടിച്ചു. അതിങ്ങനെ തിക്കും തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ തിക്കും തിരക്കുമായിരുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഒറ്റയടി ഒരാളിങ്ങനെ സ്പേസ് വിട്ട് തന്നു. അപ്പോൾ ഇങ്ങനെ അടിച്ചു. കുർസാവോ ആദ്യമായിട്ടാണ് ലോകകപ്പ് കളിക്കണം. എന്നിട്ട് അവരുടെ ആദ്യത്തെ ഗോൾ ഹിസ്റ്റോറിക്കൽ ഗോളാണ്. ഇപ്പോൾ 79ാം സ്ഥാനത്താണ്. 2019 കുർസാവോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ 3-1 തോൽപ്പിച്ചിട്ടുണ്ട്. അന്ന് ഒരു ഗോൾ അടിച്ച പെനാൽറ്റിയിലൂടെ സുനിൽ ഛേത്രി ആയിരുന്നു. അപ്പോൾ മാച്ച് 1-1 പിന്നെ 38ാമത്തെ മിനിറ്റിന് സ്കോൾട്ടർബെർഗ് എന്ന് പറയുന്ന ഒരാൾ കോർണറിൽ നിന്ന് ഒരു ഹെഡർ ഗോൾ അടിച്ച്. അപ്പോൾ ജർമ്മനി 2 ഗോൾ അടിച്ച് കുർസാവോ 1 ഗോൾ അടിച്ചു.
അതിനുശേഷം ജസ്റ്റ് ഹാഫ് ടൈമിന് മുമ്പ് കായ് ഹവേർട്സിന് പെനാൽറ്റി കിട്ടി, പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. കായ് ഹവേർട്സ് ഇന്നലെ എങ്ങനെയാണോ ബ്രയൻ എംബോളോ സ്വിറ്റ്സർലാൻഡിന് വേണ്ടി എടുത്ത അതേ സൈഡിലേക്ക് ഗോൾ കീപ്പറിനെ മിന്നിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചു. അങ്ങനെ ഹാഫ് ടൈം 11:30 ആയപ്പോഴത്തേക്കും ഹാഫ് ടൈമായി. അപ്പോൾ ജർമ്മനി 3-1 ലീഡിങ്ങിൽ പോയി. പിന്നെ നമ്മുടെ തുടങ്ങി മാച്ച് സെക്കൻഡ് ഹാഫ് തുടങ്ങി 11:30 ആയപ്പോൾ ഷജു ദാമോദരൻ്റെ കമൻട്രിയിൽ സീ കേരളം എന്ന് പറയുന്ന ചാനലിലൂടെ അരയങ്കാവ് TV ഞാൻ കണ്ടത് മാച്ച്. അപ്പൂപ്പ അമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാച്ചിൽ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജമാൽ മുസിയാല എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വന്നതാണ് വേറൊരാൾ. ഇങ്ങനെ പാസ് ഇട്ട് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വെർട്ടിക്കൽ ഗോൾ അടിച്ചു. അപ്പോൾ 4-1 ജർമ്മനി 4 കുർസാവോ 1. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ ബ്രൗൺ എന്ന് പറയുന്ന ആളാണ് 68-ാമത്തെ മിനിറ്റിൽ അടിച്ചത്. അത് ജർമ്മനിയുടെ 5ാമത്തെ ഗോൾ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഒറ്റ ടച്ച് പാസ് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് വൺ ടച്ചിൽ ഇങ്ങനെ കർവ് ചെയ്ത് ഗോൾ അടിച്ചു. അതാണ് എൻ ബ്രൗൺ എന്ന് പറയുന്ന ആളടിച്ചത്. അപ്പം മത്സരം 5-1 ലീഡിങ് ആയിരുന്നു ജർമ്മനി. പിന്നെ ഡെന്നിസ് ഉണ്ടാവും എന്ന് പറയുന്ന ആളുടെ ഇങ്ങനെ തിക്കും തിരക്കുമായിരുന്നു ബോക്സിൻ്റെ ഉള്ളിൽ ജർമ്മനിയുടെ. അപ്പം ഇവിടെ നിന്ന് കട്ട് പാസ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് സ്പേസ് ആരും ഉണ്ടായിരുന്നില്ല. ഗോൾ കീപ്പറിൻ്റെ അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഒറ്റടി അടിച്ചു. അപ്പോഴത്തേക്കും മത്സരം 6-1. പിന്നെ അവസാന നിമിഷം കായ് ഹവേർട്സ് ഒറ്റയ്ക്ക് ഓടിക്കൊണ്ട് വന്ന് ഒരു ചിപ്പ് ഇട്ട് കൊടുത്തു ഗോൾ കീപ്പറിൻ്റെ പൊക്കത്തൂടെ. അപ്പോൾ 7-1 അവസാന നിമിഷം. എങ്ങനെയാണോ ബ്രസീലിനെ 2014 വേൾഡ് കപ്പിൽ എനിക്ക് 9 വയസ്സുണ്ടായിരുന്നപ്പോഴത്തേക്ക് എങ്ങനെയാണോ ബ്രസീലിനെ 2014 വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ എങ്ങനെയാണോ ബ്രസീലിനെ ജർമ്മനി 7-1 തോൽപ്പിച്ച അതേ രീതിയിൽ ഇന്നത്തെ വേൾഡ് കപ്പിൽ 9ാമത്തെ മാച്ചിൽ ജർമ്മനി 7-1 കുർസാവോയിനെ തോൽപ്പിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഉള്ളിലേക്ക് വന്നു. റൂമിൽ പോയി. അവർ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അമ്മയൊപ്പം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് കയറി വന്നു. ബെഡ്റൂമിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ വിദ്യാമയെ വിളിച്ചു, സംസാരിച്ചു. അവരും കാണുമായിരുന്നു. മിന്നും വിദ്യാമയും കൂടെ ഹുബ്ലിയിലിരുന്ന് കാണുമായിരുന്നു മാച്ച്. നല്ല എക്സൈറ്റിംഗ് മാച്ചായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു അർജൻറ്റീന വരുമ്പോഴത്തേക്കും ജർമ്മനിക്കിട്ട് നല്ലത് കൊടുക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഓസ്ട്രേലിയ ടർക്കി ഇന്നലത്തെ 8ാമത്തെ മാച്ച്, ഇന്ന് രാവിലെ 9:30 നടന്ന മാച്ച് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പം ആ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. അതിൽ ഓസ്ട്രേലിയ ടർക്കിനെ ടർക്കിയിലൊരു ഫേമസ് പ്ലെയർ ഉണ്ട്, ആഡ്ര ഗുല്ലർ എന്നാണ് പേര്. അപ്പോൾ ആൾ നല്ല രീതിയിൽ കളിക്കുന്നതാണ്. അപ്പോൾ മാച്ചിൽ ഹൈലൈറ്റ്സ് കണ്ടു. 10-11 മിനിറ്റിൻ്റെ Z5 ആപ്പിലൂടെ ഹൈലൈറ്റ്സ് കണ്ടു. ആ ഹൈലൈറ്റ്സിൽ ആൾ നല്ലോണം ട്രൈ ചെയ്തു, പക്ഷേ ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല. ഓസ്ട്രേലിയ 2-0 ജയിച്ചായിരുന്നു ആ മാച്ച്. അപ്പോൾ അത് ഓസ്ട്രേലിയക്കാർ ഒറ്റയ്ക്ക് കയറ്റിക്കൊണ്ട് വന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് അടിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫിൽ റൈറ്റ് സൈഡിൽ കൂടെ കയറ്റിക്കൊണ്ട് വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചു. അങ്ങനെയാണ് 2 ഗോളുകൾ. അപ്പോൾ അത്രയാണ് ഗോളുകൾ. അപ്പോൾ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഹൈലൈറ്റ്സും കഴിഞ്ഞ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ജൂൺ 15 1:14 AM ആണ്. 1:14 AM ജൂൺ 15 1:14 AM ആണ്. ഇനി നെതർലാൻഡും ജപ്പാനും തമ്മിലുള്ള മാച്ചാണ്. അത് കാണാൻ വേണ്ടി മിക്കവാറും ഇരിക്കില്ല. അതിന് മുമ്പ് കിടന്ന് ഉറങ്ങണം. കുറേ ദിവസം ഉറങ്ങിയിട്ട് മര്യാദയ്ക്ക് വന്നു. അപ്പോൾ ജൂൺ 14 1:15 AM ജൂൺ 14 2026 1:15 AM ആയിട്ടുണ്ട് സമയം. 9 മാച്ച് ഫിഫ വേൾഡ് കപ്പ് 2026 9 മാച്ച് കഴിഞ്ഞ് ഇതിലിപ്പോൾ എത്ര ഗോൾ അടിച്ചെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19
20, 21, 22, 23, 24, 25, 26, 27. 27 ഗോളടിച്ചു. 9 മാച്ചുകളിൽ 27 ഗോളടിച്ചു. അപ്പോൾ ഒരു റീക്യാപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെക്സിക്കോൻ്റെ മാച്ചിൽ ആദ്യത്തെ ഒറ്റയ്ക്ക് ഓടി വന്ന് നെറ്റ്മക്ക് ചെയ്ത് ഒരാളടിച്ചു ഗോള്. രണ്ടാമത്തേന്ന് പറയണത് എന്താണ് വാസ്കസ് അല്ല ജിമിനസ് എന്ന് പറയുന്ന ഒരാൾ ഹെഡർ അടിച്ചു. എന്നിട്ട് അയാൾ ഇന്ന് ഇമോഷണലായിട്ടൊന്ന് കരഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് മാച്ച്. സെക്കൻഡ് മാച്ചിലെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. ഫസ്റ്റ് മാച്ച് ഞാൻ കണ്ടു. സെക്കൻഡ് മാച്ചിൻ്റെ ഉള്ളിൽ സൗത്ത് കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 തോൽപ്പിച്ചത്. ആ മാച്ചിൽ ചെക്കിയ ആദ്യത്തെ ഗോൾ അടിച്ചത് ഒരു ഹെഡർ ഗോളായിരുന്നു. കോർണറിൽ നിന്നല്ല, ലോങ് ത്രോയിൽ നിന്ന് ഒരു ഹെഡർ ഗോൾ അടിച്ച് ചെക്കിയ ലീഡിലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഒരു ഗോൾ കീപ്പറിനെ കബളിപ്പിച്ചുകൊണ്ട് സൗത്ത് കൊറിയ ഒരു ഗോൾ അടിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ ലീ കാങ് എന്ന് പറയുന്ന ഒരാൾ അപ്പുറത്തുനിന്ന് ഒറ്റ ഷോട്ടിലടിച്ചു. അതാണ് 2-1 ചെക്കിയനെ തോൽപ്പിച്ചത്. കാനഡ ബോസ്നിയ ഞാൻ കണ്ട മാച്ച് രാത്രിയായിരുന്നു. അതിൽ ബോസ്നിയ ഒരു കോർണറിൽ നിന്ന് ഗോൾ അടിച്ചു. കാനഡ അവസാന നിമിഷം ഒരു വോളിയാണ് അടിച്ചത്. പിന്നെ USA പരാഗ്വേയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ ക്രിറ്റിസിസം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. അത് 4-1 പരാഗ്വേനെ USA തോൽപ്പിച്ചു. പക്ഷേ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. പിന്നെ ഖത്തർ സ്വിറ്റ്സർലാൻഡ്, നമ്മുടെ തേസിൻ മുഹമ്മദ് ഇന്നലെ ഇറങ്ങാനിരുന്ന കളി, പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല. എന്നാലും സ്വിറ്റ്സർലാൻഡിന് പെനാൽറ്റി കിട്ടി. സ്വിറ്റ്സർലാൻഡ് ഒരു ഗോൾ അടിച്ച് ബ്രൈൻ എംബോളോയിലൂടെ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഗോൾ അടിച്ചു. ഖത്തർ അവസാന നിമിഷം ഒരു ഹെഡർ അടിച്ചു. ബ്രസീൽ മൊറോക്കോ ഏറ്റവും എപ്പിക്കായിട്ടുള്ള മാച്ച് ഈ വേൾഡ് കപ്പിൽ. ആ മാച്ചിൽ മൊറോക്കോ ആദ്യം തന്നെ ഒരു ചിപ്പ് ചെയ്തിട്ടൊരു ഗോൾ അടിച്ചു. രാവിലെ 3:30 ഇരുന്ന് കണ്ട കളി. ബ്രസീൽ വിനീഷ്യസ് ജൂനിയറിലൂടെ ഗോൾ അടിച്ചു. പിന്നെ ഹൈറ്റി സ്കോട്ട്ലാൻഡ് ഇന്ന് രാവിലെ കണ്ട കളി. ആ കളിയിൽ ഹൈറ്റി നല്ലോണം ഫൈറ്റ് ബാക്ക് ചെയ്തു. പക്ഷേ സ്കോട്ട്ലാൻഡ് ഒരു ചെറിയ വോളി, ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വോളി അടിച്ചു. പിന്നെ ഓസ്ട്രേലിയ ടർക്കി ഞാൻ കണ്ടില്ല. ഞാൻ കിടന്ന് ഉറങ്ങി 9 മണിയായപ്പോഴത്തേക്ക്. ആ മാച്ച് ഉണ്ടായിരുന്നില്ല തൽക്കാലത്തേക്ക്. ആ മാച്ച് ഞാൻ കണ്ടില്ല. അതിൻ്റെ ഹൈലൈറ്റ്സിൻ്റെ ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ജർമ്മനി കുർസാവോ, ജർമ്മനി 7-1 ജയിച്ചു. അതിൻ്റെ ഹൈലൈറ്റ്സായിട്ട് ഞാൻ കുറച്ചിന് മുമ്പ് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇനി നെതർലാൻഡ്സ് ജപ്പാനാണ് രാവിലെ 1:30. അത് കാണൂല. പിന്നെ ഐവറി കോസ്റ്റ് ഇക്വാഡർ ഉണ്ട് 4:30. അതും കാണാൻ സാധ്യതയില്ല. സ്വീഡൻ ടുണീഷ്യ ഉണ്ട് 7:00. അതും കാണാൻ സാധ്യതയില്ല. സ്പെയിൻ കേപ്പ് വെർഡെ ഉണ്ട് രാത്രി 9:30. ലാമിൻ യമാലിൻ്റെ വേൾഡ് കപ്പിലെ ഡെബ്യൂട്ടാണ്. അപ്പോൾ അത് കാണണം. അത് കാണും. ഇനി നാളെ രാത്രി ഉള്ള മാച്ചാണ് കാണുന്നത്. എല്ലാ മാച്ചും കാണാൻ പറ്റില്ല. പിന്നെ മാക്സിമം ഗോളുകളൊക്കെ ഓർത്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗോളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു വേൾഡ് വാർ, ഫുട്ബോളിലൊരു വേൾഡ് വാർ നടക്കണ മാതിരിയാണ് ഇതെന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈലൈറ്റ്സ്. ഇപ്പോൾ കറൻ്റ്ലി ടൈം എന്ന് പറയണത് ജൂൺ 15, 2026 1:18 AM. മൺഡേ ആയി, സൺഡേ അല്ല, മൺഡേ തുടങ്ങി. അപ്പോൾ ജർമ്മനി വേഴ്സസ് കുർസാവ മാച്ച് കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. 9 മാച്ച് കഴിഞ്ഞ് 10ാമത്തെ മാച്ച് തുടങ്ങാറായി. 104 മാച്ചാണുള്ളത് ജൂലൈ വരെ. നമുക്ക് പറ്റുന്നത്ര മാച്ചസ് കാണാം. ഓക്കെ, റീക്യാപ്പൊന്നും അടിക്കാനിരിക്കാനില്ല. മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അത് കാരണമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ഇന്നെങ്കിലും ഞാൻ കിടന്നുറങ്ങട്ടെ. അപ്പോൾ അമ്മയൊപ്പം കിടന്നുറങ്ങി. ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോകും. അതിന് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അപ്പം ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ടാറ്റാ ബൈ ബൈ.